ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ ആട്ടിൻ കുഞ്ഞുങ്ങളുടെ പരിചരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആട് കർഷകരായിട്ടുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അമ്മയാടിൻ്റെ പാല് തന്നെ 3 മാസം കറക്റ്റായിട്ട് കുടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ വലുതായി വരുന്നതാണ്. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ അമ്മയാടിൻ്റെ ആ ഒരു ഹൈറ്റിലേക്കും വലുപ്പത്തിലേക്കൊക്കെ അത് എത്തുന്നതാണ്. 3 മാസത്തിന് ശേഷം നമുക്ക് അമ്മയാടിൻ്റെ പാല് കറന്നെടുക്കാവുന്നതാണ്. ഒരു നേരമുള്ള പാല് നമുക്ക് കറന്നെടുത്തിട്ട് ബാക്കി പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ 3 മാസം വരെ അവർക്ക് തന്നെ എന്ന് വെച്ചാൽ 2ഉം 3ഉം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വയറ് നിറച്ച് 2 നേരം 3 നേരമൊക്കെ കുടിക്കാനുള്ള പാലൊക്കെ തന്നെ അത്യാവശ്യം ഉണ്ടാവുകയുള്ളൂ അമ്മയാടുകൾക്ക്. പിന്നെ ഗർഭസമയത്ത് നിങ്ങൾ അമ്മയാടുകൾക്ക് വൈറ്റമിൻ സപ്ലിമെൻറ്റും അതുപോലെ ചെറിയ കൈത്തീറ്റൊക്കെ കൊടുത്ത് നല്ലപോലെ വളർത്തുക. അപ്പോൾ പ്രസവശേഷം നല്ലപോലെ പാലുണ്ടാവും. പിന്നെ പാല് കുറവുള്ള ആടുകളാണെങ്കിൽ ആരോഗ്യക്കുറവുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് സിൻകോവിറ്റിൻ്റെ ഡ്രോപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും. സിൻകോവിറ്റിന് സിറപ്പും ഡ്രോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തുള്ളിമരുന്ന് തന്നെ ചോദിച്ചു വാങ്ങാം. എന്നിട്ട് ഒരു മാസം അതല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെച്ചെങ്കിൽ 2 തുള്ളി 3 തുള്ളി ആ ഒരളവിൽ വലുപ്പത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ സിൻകോവിറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ആട്ടിൻകുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരും. അതോടൊപ്പം തന്നെ ഒരു മാസം 1.5 മാസമൊക്കെ ആകുമ്പോഴേക്കും അവർ ചെറിയ രീതിയിൽ പുല്ലുകളും ഇലകളൊക്കെ കടിച്ച് തുടങ്ങും. ആ ചെറിയ പ്രായത്തിൽ തന്നെ വെള്ളം കുടിക്കാനായിട്ട് ശീലിപ്പിക്കുക. ഒരുപാട് കുടിപ്പിക്കണമെന്നില്ല, ആ ശീലം അവർക്ക് ആക്കിയെടുക്കുക. എന്ന് വെച്ചാൽ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം കൊടുത്താൽ മതി. കുറുക്കത്തിലെടുക്കരുത്. ഇളം ചൂടുള്ള പുതിയ കഞ്ഞിവെള്ളം, പഴകിയത് എടുക്കരുത്. എന്നിട്ട് ഒരു മാസമൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ അവർക്ക് ചെറുതായിട്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിലെടുത്ത് ശീലിപ്പിച്ചാൽ പെട്ടെന്ന് വെള്ളം കൂടി ശീലമാകും. അങ്ങനെ ശീലിപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 1.5 മാസം 2 മാസം ആകുമ്പോഴേക്കും അവർ പുല്ലുവർഗ്ഗങ്ങളും എല്ലാതും കഴിക്കാൻ തുടങ്ങും. വെള്ളം നല്ലപോലെ കുടിച്ച് ശീലമാകും. പിന്നെ വിര ഇളക്കണം. കറക്റ്റായിട്ട് 2-3 മാസം കറക്റ്റായിട്ട് തന്നെ വിരമരുന്ന് നിങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ഡേറ്റ് എഴുതി വെച്ചാൽ മതി. ഓരോ മാസത്തിലും വിരമരുന്ന് കൊടുക്കണം. പിന്നെ അത് കൊടുക്കുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ക്ഷീണിച്ചിരിക്കുന്ന വെയ്യാത്ത ആട്ടിൻകുഞ്ഞുങ്ങൾക്കൊന്നും പോയിട്ട് ക്ഷീണമാണ് തടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിരമരുന്ന് കൊടുക്കരുത്. നല്ല ആരോഗ്യമുള്ള സമയം നോക്കിയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൈറ്റമിൻ സപ്ലിമെൻറ്റ് വിമറാൾ കൊടുക്കാം. നിങ്ങൾക്ക് സിൻകോവിറ്റും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ഐറ്റം വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള വെറ്റിനറിയിൽ പോയിട്ട് പ്രായം അതുപോലെ മാസം തൂക്കമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിരമരുന്ന് കൊടുക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ 3 മാസമായ ഉടനെ പെട്ടെന്ന് നിങ്ങളൊരു ദിവസം പാലുകൂടി സ്റ്റോപ്പ് ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ 3 നേരം കൊടുക്കുന്നത് പിന്നെ 2 നേരം ആക്കും, പിന്നെ 1 നേരം ആക്കും, പിന്നെ അതങ്ങനെ നിർത്തും. അങ്ങനെ നമ്മൾ കുറവാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് പാലുകൂടി നിർത്തണം. ചിലരങ്ങ് 3 മാസമാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ മാറ്റിയിട്ടിട്ട് മുഴുവൻ പാലും കറന്നെടുക്കും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പാല് കിട്ടാതാവുമ്പോൾ ചിലപ്പോൾ ലൂസ് മോഷൻ ആവും. പിന്നെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ചില ആട്ടിൻകുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷനായാൽ വല്ലാതെ ക്ഷീണിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ 4 മാസം പാല് കുടിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല, അത് അവർ ഉഷാറായിട്ട് വരികയുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള പിണ്ണാക്കിൻ്റെ വെള്ളമൊക്കെ ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴേക്കും ശീലമാക്കി എടുക്കണം. ഫസ്റ്റ് നമ്മൾ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം കൊടുത്തിട്ട് അവരെ ആ കുടി ഒന്ന് പഠിപ്പിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം കുറഞ്ഞ അളവിൽ വലിയ ആടുകൾക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തവിടോ പിണ്ണാക്കൊക്കെ ചേർത്തിട്ട് കുറഞ്ഞ അളവിൽ പ്രായത്തിനനുസരിച്ച് അവരെ ശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ 6 മാസം ആകുമ്പോഴേക്കും അവർ നല്ല ഉഷാറായിട്ട് നല്ല വലുപ്പത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്